Good evening, everybody. Welcome to India's first animated live tuition. Good evening. എവിടെയാണ് എന്റെ കുട്ടികളൊക്കെ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ബിലേറ്റഡ് എന്നാണ് ഉദ്ദേശിച്ചത് മിൻഹ. ഓക്കെ, കുറെ ഗുഡ് ഈവനിങ് ഒക്കെ ഉണ്ട് നമുക്ക്. ഫെബ, അയന, ജോബ്, വേദലക്ഷ്മി, ഷെറിൻ, എയ്തൻ, ആരോൺ, അർണോൺ, അഖിലേഷ്, മിൻഹ, ജിഗ്നേഷ് എല്ലാവരും ഉണ്ട്. എന്തായി, വെക്കേഷന്റെ തിരക്കിലാണോ? ആണോ? വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ എന്തിനാണ് ടീച്ചർ ഇങ്ങനെ കയറി വന്നതെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ്. ഓ, സെയിം ടു യു ട്ടോ. ടീച്ചർ ലാസ്റ്റ് മാരത്തൺ ഒക്കെ എടുത്ത് പോകുമ്പോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്തിട്ടാണ് പോയത്. ഇനി നമ്മള് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയറിനാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ അല്ലെ? ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ബെൻസ്, ഗുഡ് ഈവനിങ്. സുഖമാണോ എല്ലാവർക്കും? എക്സാം വാസ് സിമ്പിൾ. എക്സാം അടിപൊളിയായിരുന്നില്ലേ മക്കളെ? ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എത്ര സിമ്പിൾ ആണ്. നമ്മൾ എത്ര തവണ ബേസിക് സയൻസ് എക്സാം ഈസി പീസി. യെസ് വേദലക്ഷ്മി, കുറെ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത, പഠിച്ച, കേട്ട, എഴുതിയ കുറെ കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? കുറെ പേരുടെ ഒക്കെ ഫീഡ്ബാക്സ് ടീച്ചർ കണ്ടു കേട്ടോ. കുറെ സന്തോഷമായി. ഗൗരി, വെരി ഈസി ആണ് എക്സാം, സിമ്പിൾ, ഈസി. യെസ്, എല്ലാവരും അഭിപ്രായം പറഞ്ഞില്ലല്ലോ. കുറെ പേരുടെ ഒക്കെ ഫീഡ്ബാക്ക് കണ്ടു. കുറെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. എക്സാം എളുപ്പമല്ലേ മക്കളെ? ഈസി എക്സാം ആയിരുന്നില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് അല്ലെ? നമ്മള് അത് എക്സാം എന്തുകൊണ്ടാ എളുപ്പമായത്? എന്തുകൊണ്ടാ എക്സാം ഈസി ആയേ? ആലോചിച്ചോ നിങ്ങള്? എന്തുകൊണ്ടാ എക്സാം ഈസി ആയെന്ന്? ഗവൺമെന്റ് പാവല്ലേ 5ാം ക്ലാസ്സിലെ കുട്ടികള്, അവർക്ക് കുറെ മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ പേപ്പർ ഇട്ടതാണോ? ആണോ? അതാണോ എക്സാം ഈസി ആയത്? അല്ല, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ പഠിച്ചു. നമ്മുടെ മാരത്തൺ നിങ്ങൾ ജോയിൻ ചെയ്തു. അങ്ങനെ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടോണ്ടാണ് എക്സാം ഈസി ആയത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു അതുകൊണ്ട് എക്സാം ഈസി ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. മക്കള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടാണ് എക്സാം ഈസി ആയത്. അപ്പൊ അതിനുള്ള ഗ്രേഡ്, നല്ല ഗ്രേഡ് തന്നെ എല്ലാവർക്കും കിട്ടും. ഗ്രേഡ് ഒക്കെ കിട്ടുമ്പോ അതും കൂടെ ടീച്ചേഴ്സിന്റെ അടുത്ത് വന്ന് പറയണം കേട്ടോ. ബേസിക് സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് സ്കൂളിൽ പേപ്പർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേഡിന്റെ വിശേഷങ്ങള്, മാർക്കിന്റെ വിശേഷങ്ങളൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഫീഡ്ബാക്സ് വോയിസ് അയക്കണം കേട്ടോ. ഓക്കെ, ദെൻ ന്യൂ ജോയിനീസ് ആരെങ്കിലും ഉണ്ടോ മക്കളെ? ടീച്ചറെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു മുഖം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ ക്ലാസ്സിൽ? എനിബഡി ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. എങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യണം മക്കള്? സൂം കണ്ടോണ്ടിരിക്കുന്നതിന്റെ താഴെ റിയാക്ഷൻസിൽ ഹാൻഡ് റൈസ് ഉണ്ട്, അതില് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മക്കള് അവിടെ നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ ടീച്ചർക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇവാന നമ്മുടെ ഓൾറെഡി ഉള്ള കുട്ടിയല്ലേ? സത്യം പറഞ്ഞാൽ എക്സാം ഫസ്റ്റ് ടേം എക്സാം പോലെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്, സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് രൂപശ്രീ രാജേഷ് ഉണ്ട് അല്ലേ? യെസ്, ഗുഡ് ഈവനിങ് രൂപശ്രീ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഒരു ഓപ്ഷൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും അൺമ്യൂട്ട് ചെയ്യാൻ. കണ്ടോ ടീച്ചർ? അത് കണ്ടിട്ടില്ല, ഒന്നുകൂടെ അയക്കാം. ഇപ്പൊ വന്നോ? വന്നു. അത് നോക്കി കൊടുക്കോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ എക്സാമിന് മുന്നേ ഇപ്പോഴാണ് ജോയിൻ ചെയ്തേ അല്ലെ? ആണോ? കുഴപ്പമില്ല, നമുക്ക് ആനുവൽ എക്സാം സെറ്റ് ആക്കാം കേട്ടോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? കൊള്ളായിരുന്നു. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഇനിയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, യെസ്. ടീച്ചർ, എനിക്ക് ബേസിക് സയൻസ് മാരത്തൺ കാണാൻ പറ്റിയില്ല, ബട്ട് എക്സാം മോർണിംഗ് ഞാൻ മാരത്തൺ കേട്ടു. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന കാരണം. കുഴപ്പമില്ല വേദലക്ഷ്മി, എന്തായാലും നമ്മൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതി. അപ്പൊ ഇനിയിപ്പോ എക്സാം കഴിഞ്ഞ് നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ കയറുമ്പോൾ ടെൻഷൻ ഒന്നും ആർക്കും ഇല്ലല്ലോ. സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കണേ. മറ്റേത് ടെൻഷൻ ആണല്ലേ. എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പേപ്പർ കിട്ടുമല്ലോ, ചീത്ത പറയേണ്ടി വരുമല്ലോ, ചീത്ത കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ. ഇപ്പൊ ആ ടെൻഷനൊന്നും ആർക്കും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ ടാസ്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്താ പറഞ്ഞേ? ഇനി നമുക്കൊരു ടാസ്കും കൂടി ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. സമാധാനമായിട്ട് ഇരിക്കാനുള്ള സമയമായിട്ടില്ല. അടുത്ത ടാസ്ക് എന്താ? ആനുവൽ എക്സാം. അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. കുറെ മാസം ഉണ്ടോ നമുക്ക് ആനുവൽ എക്സാമിന്? മെല്ലെ പഠിച്ചാ മതി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ കുറെ സമയം ഉണ്ടോ? 2 മാസമേ ഉള്ളൂ കേട്ടോ. ജാനുവരി, ഫെബ്രുവരി കഴിഞ്ഞു. മാർച്ച് ഫസ്റ്റില് തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും. മാർച്ച് 10ന്റെ ഉള്ളിൽ ടൈം ടേബിൾ നമുക്ക് എന്തായാലും മാർച്ച് ഫസ്റ്റ് വീക്കിനുള്ളിൽ എക്സാം നമുക്ക് തുടങ്ങും.
അപ്പൊ 2 മാസം കൂടെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 2 മാസം കൊണ്ട് എത്ര ചാപ്റ്റർ പഠിക്കണം പറഞ്ഞേ? 2 മാസം കൊണ്ട് എത്ര ചാപ്റ്റർ പഠിക്കണം? 3 ചാപ്റ്ററാ. 3 ചാപ്റ്ററാണ് ഇനി പഠിക്കാനുള്ളത്. അതാരെ പറഞ്ഞാള്? 8 ചാപ്റ്റർ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ടേം മുതൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം മൊത്തം നമുക്ക് പഠിക്കാനുള്ള എത്ര ചാപ്റ്ററാ? 8 ചാപ്റ്റേഴ്സ്. 8 ചാപ്റ്റർ പഠിക്കണം. അതിന് ഇനിയുള്ളത് 2 മാസം. അപ്പൊ അതുകൊണ്ട് മക്കളെ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ ആ ഒരു എന്താ പറയാ, ടെൻഷൻ അടിക്കാനൊന്നും അല്ല ടീച്ചർ പറഞ്ഞ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എന്തുണ്ടാവണം, ആ ഒരു ചിന്ത ഉണ്ടാവണം. നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, ചാപ്റ്റേഴ്സ് ഇത്രയുണ്ട്. അതേപോലെ എല്ലാ സബ്ജക്റ്റും പഠിക്കണ്ടേ? ബേസിക് സയൻസ് മാത്രം പഠിച്ചാൽ മതിയോ? ഇംഗ്ലീഷ് പഠിക്കണം, സോഷ്യൽ പഠിക്കണം, ഹിന്ദി പഠിക്കണം, മാത്സ് പഠിക്കണം, എല്ലാം അതേപോലെ അത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും. എണ്ണം കൂടെയുള്ളൂ, കുറയില്ല എന്തായാലും. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം, ടെൻഷൻ അടിക്കണ്ട. ഈ എക്സാം പോലെ തന്നെ നമുക്ക് ആനുവൽ എക്സാം സെറ്റ് ആക്കാം. പകല് ടീച്ചറുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കത്തി വർത്താനൊക്കെ നിർത്തി കുറച്ചു നേരം പഠിച്ചാലോ? കുറച്ചു നേരം പഠിക്കാം അല്ലെ? മൊത്തം നമ്മുടെ ക്ലാസ്സിൽ എത്ര മണി വരെ ഉള്ളൂ? 7:30 വരെ ഉള്ളൂ. പഴയ ടൈമിലേക്ക് നമ്മൾ റിട്ടേൺ ബാക്ക് അല്ലെ? 1 hour ആണ് നമ്മുടെ സെഷൻസ് ഒക്കെ മുഴുവനും. അതൊക്കെ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ 7:30 ആകുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ കയ്യിൽ ഇനിയുള്ളത്. അപ്പൊ നമുക്കിനി ഏത് ചാപ്റ്ററാ മക്കളെ പഠിക്കാനുള്ള? ഓൾറെഡി നമ്മളെ ചാപ്റ്റർ തുടങ്ങുകയും ചെയ്തു. കുറച്ച് ഒരു ക്ലാസ് നമ്മൾ അതിന്റെ എടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ അഖിലേഷ്? എന്താണ് എഴുതിക്കൊണ്ടിരിക്കണേ പറഞ്ഞേ? എന്താ എഴുതുന്നേ? ആ ആ ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഇനിയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ 6th ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങുന്നത്. ഓൾറെഡി ഇത് തുടങ്ങിട്ടോ, ഒരു ക്ലാസ് ഈ ചാപ്റ്ററിന്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കണം. പക്ഷെ നിങ്ങൾ വിഷമിക്കണ്ട, ടീച്ചർ എന്താണോ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിനൊക്കെ വളരെ റിവിഷന്റെ ഒക്കെ മുന്നേ കേട്ടതല്ലേ, മറന്നു പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് എനർജി ആണ്. അപ്പൊ മക്കൾ എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. എവ്രിബഡി നോട്ട് എടുക്കുക, ചാപ്റ്റർ ടൈറ്റിൽ എഴുതുക. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതണ്ട കേട്ടോ, രണ്ടാമത് എഴുതണ്ട. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് ടൈറ്റിൽ എഴുതുക. ചാപ്റ്റർ 6 സോഴ്സസ് ഓഫ് എനർജി. ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ ഒന്ന് വിചാരിച്ചാൽ ഇന്ന് തന്നെ ഈ ചാപ്റ്റർ വേണമെങ്കിൽ തീർക്കാം. നോക്കട്ടെ, നമുക്ക് അത് സമയം നോക്കി ചെയ്യാം. ടീച്ചർ എന്തായാലും ഓടിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, മെല്ലെ തന്നെ എടുക്കാം. പക്ഷെ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. എഴുതിയോ നവീന്റെ നോട്ട് ബുക്കില്? ടീച്ചർ എഴുതാൻ പറയുന്ന സമയത്തൊക്കെ വെറുതെ സമയം കളയല്ലേ കേട്ടോ. ഇല്ലാത്ത സമയത്താണ് ഞാൻ എഴുതാനൊക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ആ ടൈം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. വേഗം ടൈറ്റിൽ എഴുതാം, ചാപ്റ്റർ 6 സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ റഫ, ഫ്യൂവൽസ് എന്താണെന്ന് പഠിപ്പിച്ചു. യെസ്, അതുവരെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോ എടുക്കാത്ത നമുക്ക് ജസ്റ്റ് അതൊന്നും കൂടെ നോക്കിയിട്ട് അതിലേക്ക് കിടക്കാം. ഹനയ അൽഫോൺസൊക്കെ എന്ത് പറ്റി? എണീറ്റിരുന്ന് ഇന്ന് ഫുൾ ഡേ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാവരും അല്ലേ? മറ്റേത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരിക, ഇതുകൊണ്ട് ടീച്ചർ പറയും അയ്യെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്തോന്നു. ഇതിപ്പോ അതൊന്നും ഇല്ലല്ലോ, ഫുൾ ഡേ നിങ്ങൾ ഫ്രീ അല്ലേ? അപ്പൊ എണീറ്റിരിക്കുക, ക്ലാസ്സിൽ ആരും കിടക്കണ്ട. മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വയ്യാതിരിക്കുകയാണ്, പനിയാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടീച്ചറോട് കമന്റ് ബോക്സിൽ ഇൻഫോം ചെയ്യണം. അല്ലാതെ ഒരാളും ക്യാമറ ഓഫ് ആക്കാനോ കിടക്കാൻ റെസ്റ്റിങ്ങിനോ ഒന്നും പാടില്ല കേട്ടോ. നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾ വയ്യാതിരിക്കുകയാണോ വെറുതെ കിടക്കാണെന്ന് ടീച്ചർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ആദിദേവ് എവിടെ പോയി? ആദിദേവ് ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്ന അവിടെ കുറച്ച് ആൾക്കാര്, പിടിക്കട്ടെ ഞാൻ അവരെ. നഫീസത്തുള്ളേ, റഫ ഓൾറെഡി പറഞ്ഞതുള്ളൂ. ഏഞ്ചൽ മരിയ, സൂര്യഗായത്രി, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? വേഗം ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയല്ലോ സോഴ്സസ് ഓഫ് എനർജി. ഞാൻ വേറെ വീട്ടിലായത് നോട്ട് ബുക്ക് ഇല്ല. ഓക്കെ, അപ്പൊ മക്കളെ ഒരു കാര്യം ടീച്ചർ പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവില്ല. വീട്ടിലില്ല എന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കണ്ടെന്നൊന്നും വിചാരിച്ചോണ്ടിരിക്കണ്ട കേട്ടോ ഒരാളും കേട്ടോ. നമുക്ക് എന്നും ഇനി മുതൽ കറക്റ്റ് സമയത്ത് ട്യൂഷൻ ഉണ്ടാവും. അതാത് സബ്ജക്റ്റിന്റെ ടെക്സ്റ്റും നോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ വിരുന്നിന് പോവാ. മനസ്സിലായോ? ഇനി എന്റെ ഒരു ടെക്സ്റ്റ് ഇല്ല, ഞാൻ വേറെ വീട്ടിലാണെന്നുള്ളൊരു എക്സ്ക്യൂസ് ഇനി എന്നോട് ആരും പറയണ്ട. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നോട്ട് ബുക്കെങ്കിലും സംഘടിപ്പിക്കാം. നോട്ടൊക്കെ എഴുതാൻ പറയുമ്പോൾ അത് പെൻഡിങ് വെച്ച് കൂടുതൽ പണിയാക്കരുത് കേട്ടോ. സോ നമ്മൾ എനർജീനെ പറ്റിയിട്ടാണ് മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് എനർജി വേണം അല്ലെ നിവേദ്യ? അല്ലെ
എന്തൊരു കാര്യം, നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബട്ട് എന്ത് വേണം? എനർജി വേണം. നിങ്ങളുടെ ബുക്കിന്റെ പേജ് നിങ്ങൾക്കൊന്ന് മറിക്കണം അല്ലെ, അതിനും എനർജി വേണം. വാട്ട് എവർ തിങ്സ് വി ഡു ഇൻ അവർ ലൈഫ്, നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് എനർജി വളരെ അത്യാവശ്യമാണ്. സോ എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? ഡിഫറെന്റ് ആക്ഷൻസിലൂടെയാണ് നമ്മൾ എനർജി കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഒന്ന് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടും, ഒന്ന് ചാടാൻ പറഞ്ഞാൽ നമ്മൾ ചാടും. എന്തുകൊണ്ടാ? നമുക്ക് എനർജി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? രണ്ട് വഴികളാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. ഒന്ന് നമുക്ക് ഹീറ്റ്, അതേപോലെ തന്നെ ലൈറ്റ്. ഇതൊക്കെ എനർജിയുടെ ഒരു ഫോമുകളാണ്. ഹീറ്റ് എന്ന് പറയുന്നത്, ചൂട് എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഫോമാണ്. യെസ് വേദലക്ഷ്മി. അതേപോലെ ലൈറ്റ്, ലൈറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫോം, ഒരു രൂപം. ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രൂപമാണ്, ഒരു ഫോമാറ്റ് ആണ് ലൈറ്റ്, ഹീറ്റ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എനർജിയുടെ ഒരു ഫോം ആണ്. ദെൻ നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് കണ്ടേ മക്കളെ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ടീച്ചർ സമ്മറൈസ് ചെയ്യുന്നേ ഉള്ളൂ, ആദ്യമായിട്ട് എടുക്കല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്യൂവൽസ് ആണ് പിന്നെ നമ്മൾ കണ്ട. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ഏതൊക്കെയാ? നമ്മുടെ മനസ്സിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക, നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കും, ഡീസൽ അടിക്കും. അതൊക്കെ ഫ്യൂവൽസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്യൂവൽസ് യൂസ് ചെയ്യോ? യൂസ് ചെയ്യും. നമ്മുടെ വീട്ടില്, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ കിച്ചണിൽ നമ്മൾ ഫ്യൂവൽ ആണ് യൂസ് ചെയ്തോണ്ടിരിക്കണേ. ഏതാണ്? ആ കെറോസിൻ, മണ്ണെണ്ണ അല്ലെ. എഗെയിൻ ടീച്ചർ പറയുന്നു, നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് മീനിങ് അറിയില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. മീനിങ് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ തന്നെ ഞാൻ മലയാളം മീനിങ്സ് പറയുന്നുണ്ട് ഇടയില്. അപ്പൊ എന്ത് ചെയ്യണം? നോട്ട് ബുക്കില് ഒരു ഡിക്ഷണറി പോലെ വരച്ച്, ഇവിടെ ഇംഗ്ലീഷ് ഇവിടെ മലയാളം, ആ രീതിയിൽ മീനിങ്സ് എഴുതി എഴുതി പോവാ കേട്ടോ. എന്നാലാണ് നമുക്ക് എക്സാമിന് ഇതൊക്കെ കാണുമ്പോൾ, ഈ വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം അറിയാൻ പറ്റുള്ളൂ. അതിനാണ് പറയുന്നത്, ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ആവാം. മീനിങ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, സോ കെറോസിൻ ഉണ്ട്, മണ്ണെണ്ണ. നമ്മുടെ ഗ്യാസിൽ, നമ്മൾ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യാറുണ്ട് വീട്ടിൽ അല്ലെ. അതെന്താണ്? ഒരു എനർജിയാണ്, ഒരു ഫ്യൂവലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് യൂസ് ചെയ്ത് നമ്മൾ അല്ലെ, ഇൻഡക്ഷൻ കുക്കർ ഒക്കെ യൂസ് ചെയ്യണ്ടോ നിങ്ങളുടെ വീട്ടില്? കണ്ടിട്ടില്ലേ? കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ആ കറണ്ട് എന്താണ്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിയുടെ ഫോം ആണ്. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഫ്യൂവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഡെഫിനിഷൻ വേണം. എന്താണ് ഫ്യൂവൽസ്? ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺ. കത്തിച്ചു കഴിഞ്ഞാൽ, ബേൺഡ് അല്ലെ, കത്തിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ഉണ്ടാക്കുന്നത് എന്തോ അത് ഫ്യൂവലാണ്. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ പറയണേക്കാം, പെട്രോൾ കത്തിച്ചിട്ടാണ് ഞാൻ അവിടെ വരെ പോയെന്ന് പറയും. ആ കത്തിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബേൺഡ് ആവാൻ, പെട്രോൾ അല്ലെങ്കിൽ ആ ഫ്യൂവൽ അവിടെ ബേൺഡ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് അല്ലെങ്കിൽ എനർജി. ആ എനർജിയിലാണ് ആ വണ്ടി ഓടുന്നത്. അത് ചിലപ്പോൾ പെട്രോൾ ആവാം, ചിലപ്പോൾ ഡീസൽ ആവാം. അതുപോലെ നമ്മൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റവ് കത്തിക്കും അല്ലെ. ആ സ്റ്റവ് കത്തിക്കുമ്പോൾ ആ ഗ്യാസ് ആണ് അവിടുത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ആ ഗ്യാസ് അവിടെ ബേൺഡ് ആവുമ്പോൾ, ആ ഫ്യൂവൽ അവിടെ ബേൺഡ് ആവുമ്പോഴാണ് കുക്കിംഗ്, എങ്കിലെ കുക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കുന്നത്. ആ വർക്ക് അവിടെ നടക്കുന്നത് എനർജി ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, അപ്പൊ മെനി മെറ്റീരിയൽസ്, നമ്മൾ അതിനു വേണ്ടി ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അടുപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടോ? ഹെർത്ത് എന്നാണ് അതിന് പറയാട്ടോ, അടുപ്പ്. പുകയടുപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കസിൻസിന്റെയോ എവിടെയെങ്കിലും റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവിടെ എങ്ങനെയാ? അവിടെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണോ ചെയ്യാ? ആണോ? അതോ നമ്മൾ അവിടെ ഗ്യാസ് സിലിണ്ടർ വെക്കുകയാണോ ചെയ്യാ? എങ്ങനെയാണ് നമ്മൾ അവിടെ തീ ഉണ്ടാക്കുന്നത്? ഫയർ ബേണിംഗ് എങ്ങനെയാ നമ്മൾ ചെയ്യാ? എന്താ നമ്മൾ അവിടെ ബേൺ ചെയ്യിക്കുന്നത്? വുഡാണ് അല്ലെ, വിറക്. വിറക് വെച്ച് കൊടുക്കും അല്ലെ. വിറക് മാത്രമല്ല, ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ബേണിംഗ് ഉണ്ടാക്കുന്നത്. അതിലൂടെ ഹീറ്റ് അവിടെ ഫോം ചെയ്യുന്നത് ഹീറ്റ് തന്നെയാണ്. എന്ത് വെച്ച് കത്തിച്ചാലും ഹീറ്റ്, ആ എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ LPG, പെട്രോൾ, ഡീസൽ, കോൾ, അതൊക്കെ ഫ്യൂവൽസ് ആണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഈ പലതരത്തിലുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഉണ്ടാക്കുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല പ്രോസസ്സുകളും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി എന്നാണ് കേട്ടോ. കൽക്കരിയാണ് കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽക്കരി എന്നാണ് മീനിങ്. നിങ്ങൾക്ക് മീനിങ് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. മീനിങ് അറിയാത്തവർ മാത്രം ആവശ്യമാണെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ടീച്ചർക്ക് അറിയില്ല ആർക്കൊക്കെ മീനിങ് അറിയാവുന്നത് ഇല്ലാന്ന് അറിയില്ല. കോമൺ ആയിട്ട് പറയാണ്, ആവശ്യം ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. ജെറിലിന് സ്റ്റക്ക് ആണോ? ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കിയേ സ്റ്റക്ക് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? ഫയർവുഡ് സ്റ്റവ് എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പാണ് മക്കളെ. നമ്മുടെ
അടുപ്പാണ് കേട്ടോ, ഫയർ വുഡ് സ്റ്റവ് എന്നൊക്കെ വെച്ചാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡാണ്, വിറകാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഫയർ വുഡ് എന്ന് പറയുന്നു. ഗ്യാസ് സ്റ്റവ് കോമൺ ആണ്, ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും. കെറോസിൻ സ്റ്റവ്, മണ്ണെണ്ണ സ്റ്റവ്, അത് ചിലപ്പോൾ നിങ്ങൾ കാണാൻ വഴിയില്ല. ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെ നമ്മൾ വിറകാണോ വെച്ചു കൊടുക്കുക? ആണോ? അല്ലെങ്കിൽ നമ്മളവിടെ വല്ല ഗ്യാസ് ആണോ വെച്ചു കൊടുക്കുക? എന്തായിരിക്കും നമ്മൾ ചെയ്യുക കെറോസിൻ സ്റ്റവില്? കെറോസിൻ അല്ലെ അഭിനവേ? എന്തായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യാ? അഭിനവ് രാജീവേ, കെറോസിൻ സ്റ്റവിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാ? കെറോസിൻ, ആ പേര് തന്നെ ഉണ്ട് എന്താണ് കെറോസിൻ എന്നുള്ളത്. ഓക്കെ, യെസ്, കെറോസിൻ സ്റ്റവ്. അപ്പൊ ഇതൊക്കെ കോമൺ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഹൗ ഈസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫയർ വുഡ് സ്റ്റവ്? നമ്മൾ വിറക് കത്തിക്കുന്ന സമയത്ത്, ജെറിലെ ടീച്ചർ പറയുന്ന കേൾക്കൂ മോനെ, ജസ്റ്റ് റീജോയിൻ ചെയ്യൂ. ടീച്ചർ ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ കേട്ടോ, ജെറില് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ്, ചോദ്യം എന്താണെന്ന് മനസ്സിലായ മക്കളെ? എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാവുന്നതെന്നാ ചോദിക്കണേ. ഫയർ വുഡ്, വിറക് കത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാവുന്നത്? എങ്ങനെ ഹീറ്റ് ഉണ്ടാവണേ? എങ്ങനെ ഹീറ്റ് ഉണ്ടാവുന്നേ? അതാണ് കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ കത്തുമ്പോ ബേണിങ് അല്ലെ? ബേണിങ് സംഭവിക്കുമ്പോഴാണ് അവിടെ എനർജി റിലീസ് ആവുന്നത്, ഹീറ്റ് റിലീസ് ആവുന്നത്. ഓക്കെ, യെസ്. LPG എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. LPG എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതായത് പെട്രോളിയത്തിന്, പെട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ലിക്വിഡ് ആണ്, വെള്ളം പോലത്തെ പെട്രോൾ ആണ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. അതിനെ നമ്മൾ ഗ്യാസ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതാണ് LPG എന്ന് പറയുന്നത് കേട്ടാ. യെസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് LPG. ഇന്ന് ബർത്ത്ഡേ ആണോ യാസീന്റെ? എവിടെ യാസീൻ? എന്നിട്ട് ഹാൻഡ് റൈസ് ചെയ്തേ യാസീനെ. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ ഒന്ന്, യാസീന്റെ അല്ലാതെ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. യെസ്, അൺമ്യൂട്ട് ചെയ്ത യാസീൻ. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് ഇന്നത്തെ പരിപാടി ബർത്ത്ഡേ ആയിട്ട്? പരിപാടി ഒന്നും ഇല്ലേ? പുറത്തെങ്ങാനും പോകുന്നുണ്ടോ ഒന്ന് നൈറ്റ്? പരിപാടി കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ എന്നാ സെലിബ്രേറ്റ് ചെയ്തേ? കേക്കൊക്കെ മുറിച്ചു. ഓക്കെ, ശരി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ യാസീൻ. കുറെ ഫ്രണ്ട്സ് മോനെ വിഷ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നല്ലൊരു ഇയർ ആയിരിക്കട്ടെ, കുറെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, യെസ്, ഫൈൻ. സോ നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ സ്റ്റവുകൾ നമ്മൾ പരിചയപ്പെടാം. കെറോസിൻ സ്റ്റവ് ഉണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കെറോസിൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചേ. ഗ്യാസ് സ്റ്റവ് ഉണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസ്, ആ ഗ്യാസിന്റെ പേരാണ് LPG. അപ്പൊ LPGയുടെ ഫുൾ ഫോം വേണമെങ്കിൽ മക്കളെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ടീച്ചർ ഇവിടെ എഴുതി വെക്കാം, ഒന്ന് എഴുതിയെടുത്ത് നോട്ട് ബുക്കിനകത്ത് LPGയുടെ ഫുൾ ഫോം കേട്ടോ. എന്താണ് LPG എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. LPG എന്ന് വെച്ച് കഴിഞ്ഞാല് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതാണ് LPG. അപ്പൊ LPG സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? എന്തായിരിക്കും? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അത് എന്താന്നുള്ളത്, എന്നാലും ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം. LPG എന്ന് പറയുമ്പോ സോളിഡ് ഉള്ളതാ, സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കോ, ലിക്വിഡ് സ്റ്റേറ്റ് ആണോ, ഗ്യാസ് സ്റ്റേറ്റ് ആണോ? എന്തായിരിക്കും? ശ്രീകുമാറെ പറഞ്ഞേ. LPG ചോദ്യം എന്താ ടീച്ചർ, എന്താ ചോദിച്ചേ? എന്തോ? ടീച്ചർ അതൊന്നും അല്ലല്ലോ ചോദിച്ചേ ശ്രീകുമാറെ. LPG ഏത് സ്റ്റേറ്റിലുള്ളതാണ്, ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ എന്നാ ചോദിച്ചേ. ലിക്വിഡോ? ഗ്യാസ്. ആ നോട്ട് എഴുതിയത് കാണിച്ചു തന്നെ. എവിടെയാണോ കൊണ്ടുവച്ചിരിക്കുന്ന നോട്ടൊക്കെ? എഴുതി വെച്ചത് കാണിച്ചേ. വേഗം കാണിക്കുക, സമയമില്ല.
വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ. ഇപ്പൊ എഴുതിയ നോട്ടാണ് ഈ തപ്പിക്കൊണ്ടിരിക്കണേ. ശ്രീകുമാറെ നോട്ട് എഴുതിയിട്ടില്ലല്ലോ. ശ്രീകുമാറെ എഴുതിയിട്ടില്ലല്ലോ. എഴുതാത്ത നോട്ട് തപ്പിയെ കിട്ടുവോ? ഒരു കാര്യം എല്ലാവരും പറഞ്ഞു കേട്ടെ, ഞാൻ ചീത്തയൊന്നും പറയുന്നില്ല, വെക്കേഷൻ ആണ്, ഞാൻ നിങ്ങളുടെ മൂഡൊന്നും കളയണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ടീച്ചർ ക്ലാസ് എടുത്ത് പോകേണ്ട സമയമാണ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ വേണ്ടി തരുന്നത്. എനിക്ക് നോട്ട് എഴുതിക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നമ്മൾ ക്യാപ്സ്യൂൾ നോട്ടൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. എനിക്ക് ക്ലാസ് എടുത്ത് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ എന്റെ ക്ലാസ് സമയം കളഞ്ഞിട്ടാണ് മക്കളോട് നോട്ട് എഴുതൂ എന്ന് പറഞ്ഞ് സമയം തരുന്നത്. ആ സമയത്ത് ഉഡായിപ്പ് കാണിച്ചവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താണോ ഞാൻ എഴുതാൻ പറഞ്ഞത് അതൊരു 100 തവണ ഇമ്പോസിഷൻ ഞാൻ തരും കേട്ടോ. എല്ലാവരും കേട്ടല്ലോ. 10 തവണയൊന്നും അല്ല, കഴിഞ്ഞു. 100 തവണ ഞാനത് ഇമ്പോസിഷൻ തരും. അതൊരു വേർഡ് ആണെങ്കിൽ ആ വേർഡ്, ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആ പാരഗ്രാഫ്. എല്ലാവരും കേട്ടില്ലേ? നോട്ട് എഴുതാൻ പറയുമ്പോ നോട്ട് എഴുതണം. എന്തായാലും നിങ്ങൾ ക്ലാസ്സിലിരിക്കല്ലോ 1 hour, അപ്പൊ പറയുന്ന കാര്യം അനുസരിക്കണം. അതിന് വേറെ ഒരു നീക്കുപോക്കും ഇല്ല. കേട്ടല്ലോ? അപ്പൊ ലിക്വിഫൈഡ് ഇത് നിങ്ങൾ സംശയമാണ് നിങ്ങൾക്ക്. ഇനി എക്സാം ടൈം ആവുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് LPG എന്താന്ന് അപ്പൊ അറിയില്ല. നമ്മൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോട്ടില്. അതിനാണ് പറയുന്നത് നോട്ട് എഴുതണം എന്നുള്ളത്. എല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കണില്ല, അത്രയും അത്യാവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ എപ്പോഴും നിങ്ങളോട് ഞാൻ കുറെ നോട്ട്, പേജ് കണക്കിന് നോട്ട് എഴുതാൻ പറയാറുണ്ടോ? ഞാൻ പറയാറേ ഇല്ല. 1-2 വേർഡ് അല്ലെങ്കിൽ 2 സെന്റൻസ് ഒക്കെയാണ് പറയാ മാക്സിമം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പൊ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഫ്യൂവൽസ് ജസ്റ്റ് പറയുന്നു, ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് കേട്ടോ, ഇതൊന്നും എഴുതാൻ വേണ്ടി ഇരിക്കേണ്ട. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ്, വസ്തുക്കൾ, പദാർത്ഥങ്ങൾ. നമ്മൾ അതിനെ ബേൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ബേൺ കത്തിച്ചു കഴിഞ്ഞാൽ എനർജി, ഹീറ്റിന് തരുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇനി ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേണിങ്, അതായത് ഈ കത്തുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, തീ കത്തുന്ന പ്രോസസ്സ്, അതിനെയാണ് ബേണിങ് എന്ന് പറയണേ. ആ ബേണിങ് കുറെ കൂടി എളുപ്പമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിക്കണേ. എന്തൊക്കെ ചെയ്യണം? സാധാരണ നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന, ഹെർത്ത് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലം, ഷെറിങ് കറക്റ്റ് ആണ്. നമ്മൾ എന്തൊരു പൈപ്പ് വെച്ച് ഇങ്ങനെ ഊതുന്ന കണ്ടിട്ടുണ്ടാവും. അടുപ്പ് യൂസ് ചെയ്യുന്ന വീട്ടിലാണ് അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്റ്റവ് മാത്രം യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ വഴിയില്ല. എന്ത് ചെയ്യാം? നമ്മളൊരു ചെറിയൊരു പൈപ്പ്, ഒരു കുഴല് അല്ല, അത് യൂസ് നമ്മൾ ഇങ്ങനെ ഊതി കൊടുക്കും. അതെന്തിനാ നമ്മൾ ബ്ലോ ചെയ്യണം? ബ്ലോയിങ് എന്ന് വെച്ചാൽ ഊതുക. എന്തിനാ നമ്മൾ അങ്ങനെ ഊതുന്നത്? തീ നന്നായി കത്താൻ വേണ്ടി, ബേണിങ് നന്നായി നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നല്ല വുഡ് യൂസ് ചെയ്യണം. നല്ല വിറക് യൂസ് ചെയ്താലാണ് ബേണിങ്, കത്തുന്നത് നന്നായി നടക്കുള്ളൂ. അല്ലെ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, കുറേ ഇങ്ങനെ മഴ കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരു വുഡ് നിങ്ങൾ എടുത്തു വെച്ചേക്കോ, ഹെർത്തിലെടുത്ത് വെച്ചു, കത്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കത്തുവോ? നനഞ്ഞിരിക്കുന്ന വുഡ് എടുത്ത് കത്തിക്കാൻ നോക്കിയാൽ അത് കത്തുവോ? നവീൻ ദേവന്റെ റൂഫാണ് ടീച്ചർക്ക് കണ്ടോണ്ടിരിക്കണം. മുഖം കാണാനില്ല കേട്ടോ. ക്യാമറ ശരിക്ക് വെച്ചേ. നവീൻ ദേവ് കേൾക്കുന്നുണ്ടോ? ക്യാമറ ശരിക്ക് വെച്ചേ. ചാരി വെക്കൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നല്ല നനഞ്ഞ വുഡ് എടുത്ത് കത്തിക്കാൻ നോക്കിയിട്ട് നടക്കില്ല, അത് കത്തില്ല. അപ്പൊ നല്ല വുഡ് യൂസ് ചെയ്യാന്നുള്ളതാണ് പിന്നത്തെ ഒരു കാര്യം. പിന്നെ എന്ത് ചെയ്താൽ മതി? വെന്റിലേഷൻ ഉണ്ടാവണം. നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ കിച്ചണും നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ആ കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റവ് ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഹെർത്ത്, അടുപ്പിരിക്കുന്ന സ്ഥലത്ത് തന്നെയായിട്ട് ഒരു വലിയ വിൻഡോ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കിച്ചണിലൊക്കെ? അതെന്തിനാണോ വിൻഡോ? ഇനി വിൻഡോ ഒന്നുമില്ല, എക്സോസ്റ്റ്, എന്തെങ്കിലും ഒരു വെന്റിലേഷൻ അവിടെ, എയർ പാസേജ് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അവിടെ വെന്റിലേഷന് വേണ്ടി എന്തെങ്കിലും ഒരു വിൻഡോ സെറ്റപ്പ് ഉണ്ടായിരിക്കും. മിക്കവാറും അത് നമ്മൾ ആ സ്റ്റവ് വെക്കുന്ന അല്ലെങ്കിൽ ഹെർത്ത് വെക്കുന്ന അതിന് നേരെ മുന്നിൽ തന്നെയാവും ഉണ്ടാവുക. മിക്കവാറും അങ്ങനെയാണ് വെക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേണിങ്, നന്നായിട്ട് കത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചിമ്മിനി ഉണ്ട്, പുക പോകാൻ വേണ്ടി ചിമ്മിനി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ബേണിങ് നടക്കാൻ എയർ വേണോ വേണ്ടയോ എന്നാണ് ഇവിടുത്തെ ഡൗട്ട്. നമ്മുടെ കത്താൻ വേണ്ടി, അപ്പൊ ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ഏതൊരു പദാർത്ഥം നിങ്ങൾ എടുത്തു നോക്കിയാലും അത് കത്താൻ, അത് ബേൺ ചെയ്യാൻ വേണ്ടി അവിടെ എയർ വേണോ വേണ്ടയോ എന്നാണ് ഡൗട്ട്. ജോയലെ, അവിടെ എയർ വേണോ? നമുക്ക് എയർ വേണോ മക്കളെ? ആക്റ്റീവായിട്ട് കമന്റ് ബോക്സിനകത്ത് നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഓഡിയോ കേട്ടോണ്ടിരിക്കണ പോലെ അവിടെ ഒരാൾ ഇരിക്കണ്ട. കമന്റ് ബോക്സിനകത്ത് കമന്റ് കാണണം. ശ്രീകുമാർ എന്തേലും കഴിച്ചോണ്ടിരിക്കണോ?
വായിലെന്താ? ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ആണോ? ആ, ബബിൾക്കം അങ്ങനത്തെ സാധനങ്ങൾ ഗമ്മൊക്കെ ഇട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫുഡ് കഴിച്ചോളൂ, നോ പ്രോബ്ലം. അതല്ലാതെ വേറെ ഒന്നും കഴിച്ചുകൊണ്ടിരിക്കരുത്. ആ, പറഞ്ഞു ജൊഹാനെ. എയർ വേണോ? ബേണിംഗ് നടക്കാൻ വേണ്ടി എയർ വേണോ? അൺമ്യൂട്ട് ചെയ്തോ? ആ, പറയൂ. വേണം. അത് വേണോ വേണ്ടയോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പെരിമെന്റ് അങ്ങോട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. യെസ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണാൻ പറ്റും? നമ്മൾ ഓൾറെഡി കണ്ടതാണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോളൂ. ജസ്റ്റ് നമ്മളൊരു ക്യാൻഡിൽ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി കത്തുന്നുണ്ടല്ലോ, ഉറപ്പല്ലേ? നന്നായി ആടി കത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊരു ഗ്ലാസ് വെച്ച് അതിനങ്ങ് കവർ ചെയ്തു. വിത്തിൻ സെക്കൻഡ് ക്യാൻഡില് അണഞ്ഞുപോയി. എന്തുകൊണ്ടായിരിക്കും ക്യാൻഡിൽ അണഞ്ഞു പോയത്? ഈ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്നതിന് മുന്നേ നന്നായി കത്തിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് ഇങ്ങനെ നല്ല ആടി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഗ്ലാസ് വെച്ച് കവർ ചെയ്തപ്പോ തന്നെ കുറച്ച് വിത്തിൻ സെക്കൻഡ് അത് അണഞ്ഞുപോയി. എന്തുകൊണ്ടായിരിക്കും അണഞ്ഞു പോയത്? എന്തുകൊണ്ടായിരിക്കും അണഞ്ഞു പോയത്? ലക്ഷ്യ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കാം? എന്തോ? ആ, വെരി ഗുഡ്. അവിടെ എയർ ഇല്ല. നമ്മളെ ഗ്ലാസ് വെച്ച് കവർ ചെയ്തപ്പോ കഴിഞ്ഞ അവിടെ എയർ പാസേജ് വെന്റിലേഷൻ കഴിഞ്ഞ എയർ ഇല്ല. എയർ ആബ്സെന്റ് ആയിപ്പോയി. എയറിന്റെ പ്രസൻസ് അവിടെ ഇല്ല. ഓക്സിജൻ ഇല്ല. അപ്പൊ അത് അണഞ്ഞുപോയി. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് വേണം? ബേണിംഗ് നടക്കണം. ബേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ എയർ മസ്റ്റ് ആണ്. എയർ അവിടെ വേണം എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടാ. എന്താണ് അനാമിക? അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നില്ലേ? ഇതാ ഒന്നുകൂടെ അയക്കുന്നുണ്ട് ടീച്ചർ. വന്നോ? ആ, എന്താണ്? എന്ത് പറ്റി? എന്താ കാണിക്കുന്നേ കമന്റ് ചെയ്യുമ്പോ? സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? ഏതിലേക്കാ മോള് കമന്റ് ചെയ്യണേ? ക്ലാസ് റൂമിലേക്കാണ് അല്ലേ? എന്ത് പറ്റിയെന്ന് അറിയില്ല മോളെ. ബാക്കി കമന്റ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ടീച്ചർക്ക്. മോളുടെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ. സോ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയത് വിത്ത് ദീസ് എക്സ്പെരിമെന്റ് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? എയർ വേണം. ഏതൊരു സബ്സ്റ്റൻസ് നിങ്ങൾ കത്തിക്കാനാണെങ്കിലും വി നീഡ് എയർ. നമുക്ക് അവിടെ എയർ വേണം. അപ്പൊ എയർ ഉണ്ടെങ്കിൽ അഥവാ നമ്മുടെ ഓക്സിജൻ ഉണ്ടെങ്കിലാണ് ഈ ബേണിംഗ് പ്രോസസ്സ് അവിടെ നന്നായി നടക്കുള്ളൂ. ഓക്സിജൻ എന്താ ചെയ്യാ? ബേണിങ്ങിന് കുറെ കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നല്ല ഓക്സിജൻ ഉണ്ടെങ്കിൽ നന്നായി കത്തും. ഓക്കെ, ദെൻ ഫ്യൂവൽ ലിബറേറ്റ് എനർജി ബൈ റിയാക്ടിംഗ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എയറുമായിട്ട് നമ്മുടെ ഫ്യൂവൽസ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ എനർജി ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് റിലീസ് ചെയ്യുക, പുറത്ത് വിടുക. ഇതൊന്നും എഴുതണ്ട, ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതൊന്നും എഴുതണ്ട. ആൻഡ് ഓൾസോ നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ടിനകത്തും ഉണ്ട്. അപ്പൊ ഇതൊന്നും എഴുതാണ്ടിരിക്കേണ്ട. ടീച്ചർ പറയുന്നത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്യൂവൽസ് എന്തുകൊണ്ടാണ് എയർ വേണം എന്ന് പറയുന്നത്? അതിന്റെ കാരണമാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഈ എയർ എന്ന് പറയുന്ന സാധനവും ഈ എയറും അപ്പുറത്തുള്ള നമ്മുടെ ഫ്യൂവലും, അവിടെ നമ്മൾ ഏത് ഫ്യൂവൽ ആണോ യൂസ് ചെയ്യുന്നത്, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ കെറോസിൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എടുക്കുന്ന ഫ്യൂവൽ തമ്മിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക? പരസ്പരം നല്ല രീതിയിൽ അവിടെ പ്രോസസ്സുകൾ പ്രവർത്തിക്കും. നല്ല രീതിയിൽ രാസപ്രവർത്തനം അല്ലെ, കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നന്നായി നടക്കും. അതിന്റെ റിസൾട്ട് എന്താ? എനർജി റിലീസ് ആവുന്നു. എനർജി റിലീസ്ഡ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ കൂടുതൽ എയർ ഉണ്ടെങ്കിൽ ഫ്യൂവൽ അതുമായിട്ട് വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്യും, നന്നായി കത്താൻ തുടങ്ങും, നല്ല എനർജി അവിടെ റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എയർ വേണം. ബേണിംഗ് നടക്കണമെങ്കിൽ എയർ വേണം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് കയറിയെങ്കിൽ അതിലെ ഒരു നിവൃത്തിയില്ല. 1.5 hour നമ്മുടെ കഴിഞ്ഞു. ക്ലാസ് കണ്ടോളൂ കേട്ടോ, ലിങ്ക് വാങ്ങിച്ച് കാണാം. ഓക്കെ, കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യും മക്കളെ. വെക്കേഷൻ ആണെന്നൊക്കെ അറിയാം. മേ ബി നിങ്ങൾ ക്ലാസ്സിന്റെ കാര്യം മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മറക്കാതെ 6:30 ആകുമ്പോൾ തന്നെ ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ, അതപ്പോ നമ്മുടെ ബോഡിയിൽ നടക്കുന്നതും ഇതേപോലെ തന്നെ പ്രോസസ് ആണ്. നമുക്കറിയാം. നമുക്ക് എങ്ങനെ എനർജി കിട്ടണേ? പറഞ്ഞേ മിൻഹ, എന്താണ് അവിടെ പറഞ്ഞേ? നമുക്ക് എങ്ങനെ എനർജി കിട്ടണേ?
എന്തിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്? എന്ത് കാര്യം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്? വെറുതെ നമ്മളിങ്ങനെ വീട്ടിലിരുന്നാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടുമോ? ഫുഡ് ഒന്നും കഴിക്കുന്നില്ല, വെള്ളം ഒന്നും കുടിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് എനർജി കിട്ടുമോ? അങ്ങനെ എനർജി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ അവിടെ? ജമ്പിങ് ആ. എന്ത് ചെയ്യണം മക്കളെ? നമ്മള് ഭക്ഷണം കഴിക്കണം. ത്രൂ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് വി ഗോട്ട് ദി എനർജി. നമുക്ക് എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. ഭക്ഷണം രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റുമോ? PT പീരീഡിന് നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ആകെ തളർന്നു പോകും. അല്ലെങ്കിൽ പിന്നെ അത്രയും ഹെൽത്തി ആയാലും വലിയ മനുഷ്യര് അല്ലെ, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെയും നടക്കുമായിരിക്കാം. പക്ഷെ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ് അല്ലെ, 2 ദിവസം ഭക്ഷണം കഴിക്കാതായി കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി ടയേർഡ് ആവും, നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് പോകും. അപ്പൊ നമുക്ക് എങ്ങനെ എനർജി കിട്ടണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനർജി കിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്ന നല്ല എനർജി തരുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ് കഴിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ്, ബിക്കോസ് ആ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഫുഡ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഉണ്ടെന്ന് അറിയാം. ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി ഉണ്ടാവുന്നത്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാ ഓക്സിജൻ വരണേ? പറഞ്ഞേ നവീനെ. ആ, സ്റ്റക്കാണ് കുറെ പേർക്കൊക്കെ. പറഞ്ഞേ ശ്രീരാധ, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഓക്സിജൻ വരണേ? ഓക്സിജൻ ആ, എന്തോ? ആ, അത് ഓക്കെ. നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് എങ്ങനെയാണ് ഓക്സിജൻ എത്തണേ? മൂക്കുള്ളതുകൊണ്ട്. മൂക്ക് വെച്ച് നമ്മൾ എന്തോ ഒരു പ്രോസസ് അവിടെ ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ ചെയ്യണേ മൂക്ക് വെച്ച്? ആ, റെസ്പിറേഷൻ അല്ലേ? ആ, റെസ്പിറേഷൻ, ബ്രീത്തിങ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓൾറെഡി. ആ, ബ്രീത്തിങ്ങും റെസ്പിറേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മളെല്ലാവരും റെസ്പിറേറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. ശ്വാസം എടുക്കാതെ ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ടോ എന്റെ ക്ലാസ്സില്? ഉണ്ടോ? ഞാൻ ശ്വാസം എടുക്കാതെയാണ് ഇരിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അക്ഷയ് ഹരീഷേ, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് അല്ലെ? നമുക്ക് ബ്രീത്ത് ചെയ്തേ, നമ്മളത് ചിലപ്പോ അറിയില്ല, നമ്മൾ അത് അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കണേ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ആരേനെയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക്, ബോഡിയുടെ അകത്തേക്ക് എടുക്കുന്ന ആരേനെയാ? കാർബൺ ഡൈ ഓക്സൈഡിനെയാണോ എടുക്കണേ? ആണോ? നമ്മൾ എടുക്കുന്ന ആരേനെയാ? നമ്മൾ ഓക്സിജനെ ആണ് ഉള്ളിലേക്ക് എടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ ആരേനെ എടുക്കുന്ന? ഓക്സിജൻ, O2. നമ്മൾ അകത്തേക്ക് ഓക്സിജൻ എടുത്തു, പുറത്തേക്ക് നമ്മൾ വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഓക്സിജൻ എത്തുന്നുണ്ട്, നമ്മൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡും ഈ ഓക്സിജനും തമ്മിൽ അവിടെ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നല്ല എനർജി ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എനർജി. എയർ വേണോ എയർ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ എല്ലാവർക്കും മാറിയല്ലോ. എയർ വേണം. ബേണിംഗ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഓക്സിജൻ അല്ലെങ്കിൽ എയർ വേണം. ഓക്കെ, പേജ് നമ്പർ ഒന്നും ഇപ്പൊ നോക്കണ്ട, ടെക്സ്റ്റ് അടച്ചു വെച്ചേ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പേജ് നമ്പർ ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് നോക്കാം കേട്ടോ. മാം, ഞാൻ നോസിൽ നിന്നല്ല ഓക്സിജൻ എടുക്കുന്നത്, ബിക്കോസ് ഐ ഹാവ് ഇഗ്നോയിഡ്. പിന്നെ എവിടെ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത്? റഫ. Okay, so fire would burn well in stove only with an adequate supply of air. അപ്പൊ എയർ ഉണ്ടെങ്കിലാണ് ബാക്കി അവിടെ കുറെ മണ്ണെണ്ണ നമ്മൾ കൊടുന്ന് ഒഴിച്ചു, കുറെ വിറക് നമ്മൾ വെച്ചു കൊടുത്തു, ഒരു രക്ഷയില്ല. എയർ വേണം അവിടെ. നല്ല വിറകാന്ന് പറഞ്ഞൊരു ലോഡ് വിറക് എടുത്ത് വെച്ചു, വിറക് വെച്ച് കത്തിച്ചു, അവിടെ എയർ പാസേജ് ഇല്ല, അത് കത്തുവോ? മക്കളെ? അത് കത്തില്ല. ബിക്കോസ് എന്ത് വേണം? നമുക്കറിയാം, ബേണിംഗ് നടക്കണമെങ്കിൽ എയർ വേണം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, നമുക്ക് ആക്ടിവിറ്റീസ് ആണ് അല്ലെ, അപ്പൊ ചിലപ്പോ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആക്ടിവിറ്റി ചിലപ്പോ ഇതായിരിക്കാം. എയർ പാസേജ് ഇല്ലാത്തൊരു റൂമാണ്, ആ റൂമിനകത്ത് കുറെ നല്ല ഫയർവുഡ് വെച്ചിട്ട് നമ്മളത് ബേൺ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ബട്ട് ബേണിംഗ് ഇറ്റ് നോട്ട് ഹാപ്പൻ. ബേണിംഗ് നടക്കുന്നില്ല, കത്തുന്നില്ല. എന്താണ് നിങ്ങൾ അതിന്റെ റീസൺ ആയിട്ട് എഴുതാം? അസ്നിൻ ഫർവ പറഞ്ഞേ, എന്തായിരിക്കും അതിന്റെ റീസൺ? നല്ല ഫയർവുഡ് ആണ്, നല്ല അടിപൊളി ഫയർവുഡ് ആണ്, പക്ഷെ കത്തുന്നില്ല. ആ, അത് തന്നെ കാര്യം. എയർ വേണം അവിടെ അല്ലേ ദേവന? എയർ ഉണ്ടായാലാണ് എന്ത് നല്ല ഫയർവുഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമുള്ളൂ, എയർ വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ.
ഓക്കെ, സോ പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ യൂസ്ഡ്. എയർ പാസേജ് വളരെ സ്മൂത്ത് ആയിരിക്കണം, മാക്സിമം സ്മൂത്ത് അല്ലെ. നമ്മുടെ മാക്സിമം എയർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ എന്ത് സംഭവിക്കും, എയർ പാസേജ് ഉണ്ടാവും. അപ്പൊ നമ്മളോട് ഇവിടെ പറയാണ് എങ്ങനെയാണ് നമ്മളൊരു ഹെർത്ത് ഉപയോഗിക്കുക. അടുപ്പ്, ഇപ്പൊ പലർക്കും അത് അറിയുണ്ടാവില്ല, അടുപ്പ് കാണാത്തവരുണ്ടാവും, അടുപ്പ് യൂസ് ചെയ്യാത്തവരുണ്ടാവും, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് അറിയാത്തവരുണ്ടാവും. എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റവ്, നിങ്ങളുടെ വീട്ടിലുള്ള ഹെർത്തൊക്കെ ഇതേപോലെയാണ് പണിതിട്ടുണ്ടാവുക. അതൊക്കെ ഇപ്പൊ പുതിയതായി കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല, പണ്ട് തൊട്ടേ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, പണിത് വെച്ചിട്ടുണ്ടാവുക. എന്നാലും നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഹെർത്ത് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വെക്കുന്ന വെസലും ഹെർത്തും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം അല്ലെ. ഹെർത്ത് എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പിൽ നമ്മുടെ വെസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം അല്ലെ. നമ്മൾ ആ പാത്രം ഏത് വെസൽ വെക്കുവാണെങ്കിലും ആ വെസലും നമ്മുടെ ഹെർത്തും തമ്മിൽ ഒരു മിനിമം ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. പക്ഷെ അത് ഒരുപാട് വലിയ ഗ്യാപ്പ് അല്ല, വളരെ മിനിമൈസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതുപോലെ നല്ല റൈറ്റ് വുഡ് ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നനഞ്ഞിരിക്കുന്ന വുഡൊന്നും യൂസ് ചെയ്യരുത്. വെറ്റ് വുഡൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കത്തില്ല. പിന്നെ എന്ത് ചെയ്യണം, ക്ലോസ് അതർ ഡോർ ആൻഡ് ഓപ്പൺ വിൻഡോ. നമ്മൾ എന്ത് ചെയ്യണം, വിൻഡോ തുറന്നിടണം. അതിലൂടെ മാത്രം എയർ വരാൻ പാടുള്ളൂ. എയർ പാസേജ് ആ ഒരു വിൻഡോയിലൂടെ മാത്രം വരാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ, എല്ലാ സൈഡിൽ നിന്നും നിറയെ കാറ്റടിക്കുക. അപ്പൊ പിന്നെ കത്തുവോ, ബേണിംഗ് നടക്കുവോ, ഫുൾ കാറ്റടിക്കില്ല. പുറത്തുനിന്നും അകത്തുനിന്നും സൈഡിൽ നിന്നും വശത്തുനിന്നും ഒക്കെ നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓവർ എയർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കത്തുവോ, കത്തില്ല. അപ്പൊ ആവശ്യത്തിനുള്ള എയർ ഉണ്ടായാൽ മതി. അതുകൊണ്ട് ബാക്കിയുള്ള ഡോറൊക്കെ അടച്ചിട്ട് നമ്മൾ മെയിൻ വിൻഡോ മാത്രം തുറന്നു വെക്കുക. വെസൽ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെയാണ് വെസൽ എന്ന് പറയുന്നത് കേട്ടോ. ജിഗ്നേഷ് കേട്ടോ, ഇങ്ങനെ പോകണ്ട, ഉഷാറായിട്ടിരിക്കുക കേട്ടോ. പിന്നെ എന്താണ്, മെയിൻറ്റെയിൻ ദ ഫയർ പ്ലേസ്. നമ്മൾ ആ കത്തിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. ചിലപ്പോൾ കത്തി കഴിഞ്ഞതിന്റെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഓരോ തവണ നമ്മൾ ഹെർത്ത് യൂസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ബാക്കി കത്തിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ചാരം ഉണ്ടാവും അല്ലെ, അതൊക്കെ നമ്മൾ അവിടെ നിന്ന് റിമൂവ്, ആഷ് അല്ലെ, ചാരം. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ ഫയർ പ്ലേസ് നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെർത്ത് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് കേട്ടോ. മക്കളെ പേടിക്കേണ്ടതൊക്കെ ക്യാപ്സ്യൂൾ നോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊന്നും എഴുതിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട. ക്യാപ്സ്യൂൾ നോട്ടിനകത്ത് പോയിന്റുകളെല്ലാം ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഫ്യൂവൽസിന്റെ വേറെ യൂസസ് എന്തൊക്കെയാ, വേറെ എന്തെങ്കിലും യൂസസ് ഉണ്ടോ? മിൻഹ, ഞാനിത് രണ്ടാമത്തെ തവണയാണ് മിൻഹാനെ വിളിക്കുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കളിയും ചിരിയൊക്കെ നടത്താം കേട്ടോ. അത് ലാസ്റ്റ് വാർണിംഗ് ആണ്. നമുക്കറിയാം കസിൻസ് ഒക്കെ ഉണ്ടാവാം മേ ബി. ഈ 1 മണിക്കൂർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മാത്യൂസേ 1 അവർ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളിച്ചോ, നോ പ്രോബ്ലം. ടീച്ചർ അത് അന്വേഷിക്കാനേ വരുന്നില്ല. ബട്ട് 1 അവർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി എന്തൊക്കെ യൂസസ് ആണ് ഫ്യൂവൽസിനുള്ളത്? വേറെ എന്തെങ്കിലും യൂസസ് ഉണ്ടോ ഫ്യൂവൽസിന്? മെയിൻ ആയിട്ട് നമ്മൾ ഡീസൽ, നിങ്ങൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പെട്രോള് ഡീസൽ. കാണാത്തവരാരും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ഡീസൽ എന്താ, ഒരു ഫ്യൂവൽ തന്നെയാണ്. ഈ ഡീസൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് എവിടെയൊക്കെയാ, ഹെവി വെഹിക്കിൾസ്, അതായത് വലിയ വലിയ വെഹിക്കിൾസ്, വലിയ ബസ്സുകള്, വലിയ ട്രക്ക്, എക്സ്കാവേറ്റേഴ്സ്, അങ്ങനെ വലിയ വലിയ വാഹന വെഹിക്കിൾസിനാണ് നോർമലി നമ്മൾ എന്തോ കൊടുക്കാറുള്ളത്. നമ്മൾ കൂടുതൽ ഡീസൽ കൊടുക്കാറുള്ളത്. അതല്ലാതെ ഇപ്പൊ സാധാരണ ഓട്ടോറിക്ഷ, നമ്മുടെ കാറ് അല്ലെ, ബൈക്ക്, അതിനൊക്കെ നമ്മൾ പെട്രോൾ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോ നമ്മൾ വലിയ ഫാക്ടറീസിലേക്ക് പോവാണെങ്കിലോ, ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചെരുപ്പ് ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി, കൊട ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി, അങ്ങനെ ഓരോന്നും നിർമ്മിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഫാക്ടറീസ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക, അവിടെ നമ്മൾ ഈ പെട്രോൾ യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് കോൾ, കൽക്കരി, അതുപോലെ ഗ്യാസ്, നാഫ്ത, ഇതൊക്കെ ഒരു ഫ്യൂവൽ ഫോർമാറ്റുകളാണ് കേട്ടോ. ഫ്യൂവലിന്റെ തന്നെ പല പല രൂപങ്ങളാണ്. ഈ നാഫ്ത എന്ന് പറയുന്നത്, കോൾ എന്ന് പറയുന്നത് ഒക്കെ ഫ്യൂവൽസിന്റെ വേറെ വേറെ രൂപങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, ഫാക്ടറീസിൽ യൂസ് ചെയ്യുക കേട്ടോ. മറിയാം, നീരജ്, അപ്പൊ എവിടെ എന്താണ് യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഐഡിയ എല്ലാവരുടെയും ഉണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരും, എവിടെ എന്ത് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല ഫാക്ടറീസിൽ ഡീസൽ ആണ് ഉപയോഗിക്കാന്ന് എഴുതരുത്. ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്നത് എന്താ യൂസ് ചെയ്യാ ഫാക്ടറീസില്? നാഫ്തയാണ് യൂസ് ചെയ്യുക അല്ലെ. കോൾ അല്ലെങ്കിൽ നാഫ്തയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഇനിയിപ്പോ നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് പോവാണെങ്കിലോ, എയർക്രാഫ്റ്റ്
ഫ്ലൈറ്റുകള്, റോക്കറ്റ്സ് അങ്ങനെയുള്ളതിലേക്കൊക്കെ നമ്മൾ പോവാണെങ്കിൽ അവിടെ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജെറ്റ് ഫ്യൂവൽ ആണ്. അതായത് ആ ഒരു എയർക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഫ്യൂവൽസ് ആണ് ജെറ്റ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ കാറിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ജെറ്റ് ഫ്യൂവൽ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ കാറിൽ ഒഴിച്ചു കൊടുത്താൽ അത് ഓടുവോ? വർക്കാവോ? അത് വർക്കാവില്ല. അപ്പൊ അത് അവർക്ക് വേണ്ടി, എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി, എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹെലികോപ്റ്റർ, നമ്മുടെ നോർമൽ ഫ്ലൈറ്റ്, റോക്കറ്റ്സ് ഒക്കെ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ അതിലേക്കൊക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ജെറ്റ് ഫ്യൂവൽസ്. അത് അതിൽ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓക്കെ, യെസ്. ഇനി എന്താണ് ഇതിന്റെയൊക്കെ സോഴ്സ്? സൗണ്ട് സ്റ്റക്ക് ആണ്. വേറെ ആർക്കെങ്കിലും സ്റ്റക്ക് പ്രശ്നം ഉണ്ടോ മക്കളെ? സ്റ്റക്ക് ആവുന്ന ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. കോമൺ പ്രശ്നമാണോ എന്ന് അറിയാനാണ് ചോദിക്കണേ കേട്ടോ. അല്ല, അല്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേര് നിങ്ങൾ ഇൻഡിവിജ്വൽ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കുക, അപ്പൊ ശരിയാവും കേട്ടോ. യെസ്, ഓക്കെ, ഓക്കെ, ഫൈൻ, ഫൈൻ. ഇനി എവിടെ നിന്നാണ് ഇത് നമുക്ക് കിട്ടുന്നത്? ഫ്രം വേർ വി ഗോട്ട് ദി എനർജി, അല്ലെങ്കിൽ ഫ്രം വേർ വി ഗോട്ട് ദി ഫ്യൂവൽസ്. എവിടെ നിന്നാണ് നമുക്ക് എനർജി കിട്ടണേ? ആകാശത്ത് നിന്ന് മഴയായിട്ട് പെയ്യാണോ? ആണോ? പൊട്ടിമുളച്ച് മരം പോലെ പൊട്ടിമുളച്ച് വരുന്നതാണോ എനർജി, അല്ലെങ്കിൽ ഫ്യൂവൽസ്? നമുക്ക് എവിടെ നിന്ന് എനർജി കിട്ടണേ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് എവിടെ നിന്നാണ് എനർജി കിട്ടണേ എന്നുള്ളത്? എന്താണ് സിയ? ഹലോ സിയ, ടീച്ചർ ഓപ്ഷൻ അയക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി അൺമ്യൂട്ട് ആക്കാത്തെ? ഓക്കെ, ഫ്രം ഫ്യൂവൽസ്. ഫ്രം ഫ്യൂവൽസ്. ഫ്യൂവൽസ് നമുക്ക് ഫ്യൂവൽസ് തന്നെയാണ് കിട്ടണേ. യെസ് റഫ, പോയിട്ട് വരും. എവിടെ നിന്നാണ് നമുക്ക്? കോളിന്നാണ്. സിയ മോളെ നല്ല നെറ്റ് പ്രശ്നമുണ്ട്. ഒന്ന് ചാറ്റിൽ പറഞ്ഞേ, കമന്റിൽ പറഞ്ഞേ. ഒന്നും കേൾക്കുന്നില്ല. എന്താണ് സിയ പറഞ്ഞോ? ഇപ്പൊ ക്ലിയർ ആയി തോന്നുന്നു. എന്താണ് മോളെ പറഞ്ഞോളൂ. പോയോ സിയ? എന്തേലും പറയാനുണ്ടോ? എന്താ പോയി തോന്നുന്നു. എന്താണ് ജെറിലെ? ജെറിലിന് നെറ്റ് പ്രശ്നമാണോ? ഓക്കെ, ഇത് എഴുതണ്ട കേട്ടോ. ടീച്ചർ പറയുന്നത് എഴുതിയാൽ മതി. ആരോൺ ആൻഡ് അർണോൺ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് എഴുതാൻ. ഇത് എഴുതണ്ട. ഓക്കെ, സോ നമുക്കിത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. നമുക്ക് എവിടെ നിന്നാണ് ഈ ഫ്യൂവൽസ് ഒക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്? They are obtained from the crude oil extracted from the earth. അതായത് നമ്മൾ ഒരാൾ പറഞ്ഞു എർത്ത് നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്താണ് ചെറിലെ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഈ ക്ലാസ് ഒന്നുകൂടെ കണ്ടോളൂ കേട്ടോ. അല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും പറയാനില്ല. നെറ്റ് പ്രശ്നമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ക്ലാസ് ഒന്നുകൂടെ വാങ്ങിച്ച് കണ്ടോളൂ കേട്ടോ. എന്താണ് സിയ? അപ്പൊ ശരിയായോ? പറയൂ. അത് മോളുടെ അവിടുത്തെ ഇഷ്യൂ ആണ്, കോമൺ ഇഷ്യൂ. ഇവിടുത്തെ പ്രശ്നമല്ല കേട്ടോ സിയ. നെറ്റൊക്കെ അത്യാവശ്യമുള്ള സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന് കരുതി നെറ്റ് എടുത്ത് യൂസ് ചെയ്ത് കളയരുത് കേട്ടോ. നെറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് ലാഗ് ആവും, നമ്മുടെ ക്ലാസ് ലാഗ് ആവും. നെറ്റ് അത്യാവശ്യം വെക്കുക, ക്ലാസ് കാണാനുള്ള നമ്മളൊരു ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അവള് പറഞ്ഞത് റീജോയിൻ ചെയ്തിട്ട് ക്ലിയർ അല്ല. ആണോ? ഓക്കെ, വേദലക്ഷ്മിക്ക് ക്ലിയർ ആയി. ഓക്കെ, സെറ്റ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ എർത്തുനിന്നാണ് ഈ പറയുന്ന ഓയിൽ, ഈ പറയുന്ന ഫ്യൂവൽ കുഴിച്ചെടുക്കുന്നത്. എർത്ത്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കുഴിച്ചെടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കുഴിച്ചെടുക്കുമ്പോ തന്നെ നമുക്കിത് പെട്രോള്, ഡീസല്, കെറോസിൻ അങ്ങനെ അങ്ങനെ വേർതിരിച്ചിട്ടാണോ കിട്ടുക? ആണോ? യെസ് നജീബ്, പോയിട്ട് വരും. ആണോ? അതായത് ഭൂമിയുടെ ഒരു ഭാഗത്ത്, ഒരു എർത്തിന്റെ ഒരു സൈഡ് കുഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പെട്രോൾ കിട്ടുന്നു. വേറെ സൈഡ് കുഴിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഡീസൽ കിട്ടുന്നു. വേറെ സ്ഥലത്ത് നിന്ന് കുഴിക്കുമ്പോൾ അവിടുന്ന് കെറോസിൻ കിട്ടുന്നു. അങ്ങനെയാണോ കിട്ടണേ? അങ്ങനെയൊന്നും അല്ല. നമ്മുടെ എർത്തിന്റെ എവിടെ നമ്മൾ കുഴിച്ചു നോക്കിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന സാധനം ക്രൂഡ് ഓയിൽ ആണ്. ക്രൂഡ് ഓയിൽ, ക്രൂഡ് ഓയിൽ പേര് പഠിച്ചോളൂ കേട്ടോ. ക്രൂഡ് ഓയിൽ അതിന്റെ മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയുക, ക്രൂഡ് ഓയിൽ തന്നെയാണ് പറയുക. അപ്പൊ ക്രൂഡ് ഓയിൽ ആണ് നമുക്ക് എർത്ത് കുഴിച്ചു നോക്കുമ്പോൾ വി ഗോട്ട് ദി ക്രൂഡ് ഓയിൽ. നമുക്ക് ക്രൂഡ് ഓയിൽ ആണ് കിട്ടണത്.
ഈ ക്രൂഡ് ഓയിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഫ്യൂവൽസ്, അതായത് പെട്രോള്, ഡീസൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ, കൽക്കരി, നാഫ്ത, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തോളൂ. എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. മീനിങ് അറിയില്ലെങ്കിൽ എഴുതി വെക്കാട്ടോ, വെറുതെ കേട്ടോണ്ടിരിക്കുകയല്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടീച്ചറെ എന്താ അതിന്റെ അർത്ഥം, എന്താ ഇതിന്റെ അർത്ഥം എന്ന് അപ്പൊ ചോദിക്കണ്ട. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കാം. ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം പറഞ്ഞു തരില്ല എന്നല്ല പറയണേ, പക്ഷെ ഇപ്പോഴേ നിങ്ങളത് പ്രിപ്പയർ ആവും, മീനിങ് അറിഞ്ഞു വെക്കുക കേട്ടോ. എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്ന് വേർതിരിച്ചെടുക്കുക. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ വേർതിരിച്ചെടുക്കണം, അല്ലേ ദൃശ്യ രമേശേ? അല്ലേ? നമ്മൾ ഈ പഠിച്ചിട്ടുള്ള എല്ലാ ഫ്യൂവൽസിനെയും നമ്മൾ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഫ്രം ദ ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ വേർതിരിച്ചെടുക്കണേ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടേ, വെറുതെ ഇവിടെ ആരും ഇരിക്കണ്ട, അവസാനം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ വിടുള്ളൂ. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാ, അതൊക്കെ ഞാൻ ചെയ്തുതരാം. കിരണേ സെറ്റ് അല്ലേ? കിരൺ പ്രദീപേ സെറ്റാണോ? സെറ്റാണ്. ഓക്കെ. അപ്പോ കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൂഡ് ഓയിൽ എവിടെ നിന്നാ വരണേ? ഇപ്പോ ഭൂമി കുഴിച്ചെടുത്തപ്പോ ക്രൂഡ് ഓയിൽ കിട്ടിയെന്ന് പറഞ്ഞു, ശരി, സമ്മതിച്ചു. ഈ ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാവണേ? ഭൂമിയുടെ അടിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയാണോ കുറച്ച് ക്രൂഡ് ഓയിൽ ഉണ്ടാവട്ടെ ഭൂമിയുടെ അടിയിൽ? ആണോ അന്റോണിയോ, അക്ഷിത, ജയേഷ്? അങ്ങനെയാണോ ക്രൂഡ് ഓയിൽ ഉണ്ടാവണേ? ഭൂമിയുടെ അടിയിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടാണോ ക്രൂഡ് ഓയിൽ ഉണ്ടാവണേ? ആണോ ആഡം സെബാസ്റ്റ്യൻ, കാശിനാഥ്? എങ്ങനെയാ ക്രൂഡ് ഓയിൽ ഉണ്ടാവണേ? അതായത് ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നാണ് പറയണേ കേട്ടോ. ഒരു കഥ പോലെ കേട്ടോളൂ നിങ്ങൾ. മില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയുടെ അടിയിൽ ട്രാപ്പ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഈ വേർഡ്, ജൈവം എന്നൊക്കെയുള്ള വേർഡ്. അതാണ് ഈ ഓർഗാനിക്കിന്റെ മലയാളമാണ് ഈ ജൈവം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ ഓർഗാനിക് എന്നുള്ള വേർഡ് കേട്ടു. നിങ്ങൾ നമ്മുടെ ഇപ്പൊ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലെ, എല്ലാം ഓർഗാനിക്കാ. അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറയാം ഓർഗാനിക് ലിപ്സ്റ്റിക് എന്ന് പറയും. എല്ലാം ഓർഗാനിക്കാ. എന്താ ഓർഗാനിക് എന്ന് വെച്ചാ എന്താ ഓർഗാനിക്? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താ ഓർഗാനിക് എന്നുള്ളത്? അതായത് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞ്, സിമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരാം. മണ്ണ്, ഓർഗാനിക് വേസ്റ്റ്, അത് മനസ്സിലായത്? എന്താ ഓർഗാനിക് എന്താന്ന് ചോദിച്ചാൽ ഓർഗാനിക് വേസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ സോയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതിനൊക്കെ നമ്മൾ ഓർഗാനിക് എന്നാണ് പറയുക. ഡീകമ്പോസ് ചെയ്ത് പോകാൻ സാധിക്കുന്ന വസ്തുക്കളൊക്കെ എന്താ? ഓർഗാനിക് ആണ്. അങ്ങനെ ഡീകമ്പോസ് ആവാതെ മണ്ണിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓർഗാനിക് അല്ല. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മണ്ണിൽ ഡീകമ്പോസ് ആവോ മക്കളെ? ആവോ അമ്ന ഫാത്തിമ? പ്ലാസ്റ്റിക് നമ്മൾ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞ് നോക്കിയാലും പ്ലാസ്റ്റിക് അതുപോലെ കിടക്കുന്നുണ്ടാവും മണ്ണില്. പ്ലാസ്റ്റിക് ഓർഗാനിക് അല്ല. ഓർഗാനിക് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒക്കെ എന്താ? ഓർഗാനിക്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കിറ്റ് ഒന്നും ഉപയോഗിക്കണ്ട, നമ്മളോട് തുണിയുടെ അല്ലെ ക്ലോത്തിന്റെ കിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ്, ബിക്കോസ് അത് മണ്ണിൽ ഡീകമ്പോസ് ആവില്ല. അത് വേസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റ് അവിടെ കിടക്കും. എത്ര മില്യൺ ഇയേഴ്സ് കഴിഞ്ഞാലും അത് അവിടെ തന്നെ കിടക്കും. അതാണ് പ്രശ്നം. ഓക്കെ, നജീബിനെ കാണാൻ കേട്ടോ. ഓക്കെ, സോ അതാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ എങ്ങനെ ഉണ്ടാവുന്നേന്നുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ക്രൂഡ് ഓയിൽ എങ്ങനെ ഉണ്ടാവണേ? ഓർഗാനിക് മാറ്റേഴ്സ് നമ്മുടെ ഭൂമിയുടെ അടിയിൽ വർഷങ്ങൾക്ക് മുന്നേ, കുറേ വർഷങ്ങളോളം ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാവുന്നത് കേട്ടോ. നിഹാലെ എണീറ്റിരുന്നേ. മുഹമ്മദ് നിഹാലെ, മുഹമ്മദ് ഇഹസൻ, നമുക്ക് സപ്പോർട്ടൊന്നും വേണ്ട, ശരിക്കിരുന്നേ, നിവർന്നിരുന്നേ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഓർഗാനിക് മാറ്റർ വർഷങ്ങളോളം, കോടാനുകൂടി വർഷങ്ങളോളം നമ്മുടെ ഭൂമിയുടെ അടിയിൽ കിടന്ന് അതിനൊരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെയാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാവണേ. യെസ്, ഫ്യുവൽ യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. അതായത് പെട്രോൾ, ഡീസൽ, കെറോസിൻ എന്നൊക്കെ പറയും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാ അല്ലേ കൃഷ്ണജിത്തെ? അല്ലേ? നമ്മുടെ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് പെട്രോൾ വേണം, കത്തിക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ
നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഫ്രം ദ ക്രൂഡ് ഓയിൽ ആണ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇനി കോൾ, ഈ കൽക്കരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബസ്സിലോ നമ്മുടെ എന്താ പറയാ കാറിലോ ഓട്ടോറിക്ഷയിലൊന്നും യൂസ് ചെയ്യണതല്ല കോൾ, കൽക്കരി. കോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എവിടെയാ? ട്രെയിനില്. ഓക്കെ, സാധാരണ എവിടെയാ മക്കളെ നമ്മൾ യൂസ് ചെയ്യാ? ട്രെയിനില്, ട്രെയിൻ ഓടിക്കുമ്പോ. അതുപോലെ ഷിപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഷിപ്പ് കണ്ടിട്ടുണ്ടോ അതിമശ്രീ? കപ്പല് കണ്ടിട്ടുണ്ടോ? ഷിപ്പിൽ കേറിയുണ്ടോ നിങ്ങള്? ഷിപ്പിൽ കേറിയുണ്ടോ ആരെങ്കിലും? കേറിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ഷിപ്പില്, ട്രെയിനില്, അവിടെയൊക്കെയാണ് നമ്മൾ കോൾ യൂസ് ചെയ്യാ. ആ കൽക്കരി കുറെ എടുത്ത് നമ്മുടെ കാറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാർ ഓടുവോ? ആരോമലെ? കാർ ഓടിക്കാൻ പെട്രോളിന് പകരം കുറച്ച് കോൾ എടുത്ത്, കൽക്കരി എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇടുകയാണ് പെട്രോൾ അതിനകത്ത്, ടാങ്കിനകത്ത്. വണ്ടി ഓടുവോ? വണ്ടി ഓടില്ല. അപ്പൊ ഓരോന്നിനും ഓരോ ഫ്യൂവൽസ് അതിനാണ് വെച്ചിട്ടുള്ളത്. ആ ഫ്യൂവൽ യൂസ് ചെയ്താലാണ് അത് വണ്ടി ഓടുള്ളൂ. അപ്പൊ ട്രെയിനിലും ഷിപ്പിലും നമ്മൾ കോളാണ് യൂസ് ചെയ്യുക. കാറിലും ബൈക്കിലും ബസ്സിലൊക്കെ നമ്മൾ ഡീസലും പെട്രോളും ആണ് യൂസ് ചെയ്യുക. എയർക്രാഫ്റ്റില് ജെറ്റ് ഫ്യൂവൽ ആണ് യൂസ് ചെയ്യുക. ഇതൊക്കെ പഠിക്കണം കേട്ടോ. അവിടെ എടുത്തത് അവിടെ ഇട്ടിട്ട് വരരുത്. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. സോ nowadays coal is primarily used in thermal power plant. ഇപ്പൊ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൽക്കരി യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താന്ന് പറയാം മക്കളെ? ഭയങ്കര പൊല്യൂഷനാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ഒക്കെ ട്രെയിൻ വരുന്നത് ചുക്കു 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 എന്ന് പറഞ്ഞ സൗണ്ട് ആയിട്ട് വരണ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ സിനിമയിലോ വീഡിയോസിലോ കണ്ടിട്ടുണ്ടാവും. ആ ട്രെയിൻ വരുമ്പോ ട്രെയിനിന് കാണാൻ പറ്റാത്ത അത്രയും പുകയായിരിക്കും ചുറ്റും. കണ്ടിട്ടുണ്ടോ? നല്ല പുക, നല്ലോണം പുക ഉണ്ടാക്കിയിട്ടാണ് ആ ട്രെയിൻ ഇങ്ങനെ ഓടുന്നത്. അപ്പൊ ഭയങ്കര പൊല്യൂഷൻ ആണ് ശരിക്കും. നമ്മുടെ എൻവയോൺമെന്റ്, നമുക്കൊക്കെ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കോൾ എയർ പൊല്യൂഷൻ ഭയങ്കരമാണ് കോൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിലൊക്കെയാണ് നമ്മുടെ ട്രെയിനൊക്കെ പോയി. ഇലക്ട്രിക് എനർജിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യണം. കോൾ ഒന്നും ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യണില്ല. കോൾ എവിടെയപ്പോ യൂസ് ചെയ്യണേ? തെർമൽ പവർ പ്ലാന്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ജെറ്റ് ഫ്യൂവൽ. കേട്ടോ, വണ്ടി ഓടണമെങ്കിൽ ആര് വേണം? നമ്മളിവിടെ കോൾ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പെട്രോള്, ഡീസല്, കെറോസിൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് കൊടുക്കണം? ഏവിയേഷൻ ഫ്യൂവൽ അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂവൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുക. ഇത് കുഴിച്ചെടുക്കണ്ടേ? ഭൂമിയുടെ അടിയിലല്ലേ ഇതൊക്കെ ഇരിക്കണേ അല്ലേ? ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി കുഴിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാ കുഴിച്ചെടുക്കുന്ന? ഈ പറഞ്ഞ ഓയിൽ റിഗുകൾ ഉണ്ട്. അതേപോലെ പെട്രോളിയം റിഫൈനറി ഉണ്ട്. അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ പെട്രോളിയം അല്ലെങ്കിൽ ഡീസലൊക്കെ കുറെ ഉണ്ടാവും നമ്മുടെ എർത്തിന്റെ അടിയിൽ. സോ അവിടെ നമ്മളൊരു എന്താ പറയാ കമ്പനി പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബിൽഡിംഗ് ഒക്കെ വെച്ച് നമ്മൾ അവിടെ നിന്ന് കുഴിച്ച് എടുക്കുവാണ്. മൈനിങ് അല്ലെ? മൈൻ ചെയ്യുക. പെട്രോൾ പമ്പിനകത്ത് പെട്രോള്, LPG സിലിണ്ടറിനകത്ത് നമുക്ക് ആ ഗ്യാസ്. ഇപ്പൊ എവിടെ നിന്നാണ് ഓരോ ഫ്യൂവൽസ് നമുക്ക് കിട്ടുന്ന ആ സോഴ്സുകളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹിബാം അറിയാം. ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ശ്രീരാമന് അനയ ഓൾറെഡി പറഞ്ഞു. ആൽവിൻ മാർട്ടിൻ എന്താണ് പ്രശ്നം? ആൽവിൻ മാർട്ടിൻ ക്യാമറ ഓഫ് ആണല്ലോ. ലിയോണ വർക്കി എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? ടീച്ചർ അടുത്ത് കമന്റ് ചെയ്തിട്ടില്ല. ഒരാളാണ് എന്നോട് പറഞ്ഞത്. ആരാണോ പറഞ്ഞ? അനയ അൽഫോൺസി ആണ്. സുഖമില്ല എന്ന് പറഞ്ഞത്. ഉത്തരായ നിങ്ങളൊക്കെ ക്യാമറ ഓഫ് ആണ്. ദൃശ്യ ഓണാക്കിക്കോ. ക്യാമറ ഓഫ് വേണ്ട. നമുക്ക് ഒരു മണിക്കൂർ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അതിലൊരു എക്സ്ക്യൂസും ഇല്ല. ഇനി നിങ്ങൾ അത്രയും വയ്യെങ്കിൽ ടീച്ചർ അടുത്ത് പറയും വേണം. നിങ്ങൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ക്യാമറ ഓൺ ആക്കി വെച്ചേ. ഐ ആം ഇൻ അനദർ ഹോം. അത് കുഴപ്പമില്ല ശ്രീരാമൻ. ഞാൻ മാത്രമാണ് ശ്രീരാമനെ കാണുള്ളൂ. വേറെ ഒരാളും ശ്രീരാമനെ കാണില്ല. ഇനി എന്തിനാ എത്ര പേടിക്കാൻ കേട്ടോ? വീട്ടിൽ വേറെ ആരുണ്ടെന്ന് ഇവിടെ ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. അൻവിത എന്താ എഴുതിക്കൊണ്ടിരിക്കണ? അൻവിത എന്താണ് എഴുതുന്നത്? അൻവിത ഐഷാനുവേനെ അവിടെ കാണാനില്ല. ഐഷാനുവ ഞാനിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കണം നിങ്ങൾ എവിടെയാണെന്നല്ലേ. എന്താണ് അസ്മിനെ? പറഞ്ഞോളൂ. അത് നമ്മൾ ക്ലാസ് എടുക്കാൻ പോണല്ലേ ഉള്ളൂ. ക്ലാസ് എടുത്തിട്ടില്ല, എടുക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. ഫോസിൽ ഫ്യൂൽ എന്താന്ന് കേട്ടിട്ടുണ്ടോന്നാ ടീച്ചർ ചോദിച്ചേ. ശ്രീകുമാറെ ആ മുഖം ഒന്ന് കഴുകിയിട്ട് വന്നേ. പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നേ.
ജിയോൺ ഫ്രാൻസിസേ. അപ്പൊ ഫോസിൽ ഫ്യൂവൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. ലാസ്റ്റ് ടോപ്പിക്കാ, കഴിഞ്ഞു. നിങ്ങൾ സമാധാനമായിട്ടിരുന്നു, അത് കഴിഞ്ഞ ടീച്ചർ പോവാ, ശല്യപ്പെടുത്തുന്നില്ല ഞാൻ. ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കൾ. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ അല്ലെ. ലിവിങ് ഓർഗാനിസങ്ങളുടെ ബാക്കി, അവരുടെയൊക്കെ വേസ്റ്റ്. ടീച്ചറിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാമറ ഓൺ ആക്കാനും പറ്റുന്നില്ല. ആൽവിനെ കുഴപ്പമില്ല, ക്ലാസ് കേൾക്കാട്ടോ, ഞാൻ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് കമന്റിൽ റിപ്ലൈ തരാം. ഇപ്പൊ ഫോസിൽ ഫ്യൂവൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് ഒരുപാട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയുടെ അടിയില് ലിവിങ് ഓർഗാനിസങ്ങളുടെ ബാക്കി, റിമൈൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി, അത് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ബാക്കി ആവാം, നമ്മുടെ വേസ്റ്റ് ആവാം അല്ലെ, അതൊക്കെയാണ് റിമൈൻസ്, ബാക്കി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിമൈൻസ് അടിഞ്ഞുകൂടി വർഷങ്ങൾ എടുത്തുകൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഫോസിൽ ഫ്യൂവൽ. അതായത് ഇന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞു, നാളെ അത് ഫോസിൽ ഫ്യൂവൽ ആയിട്ട് മാറുമോ ഫെബ? ഇന്ന് ഒരാൾ മരിച്ചു, നാളെ നമ്മളവിടെ കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോസിൽ ഫ്യൂവൽ കിട്ടോ? കിട്ടില്ല. അതാ പറഞ്ഞ മില്യൺസ് ഇയേഴ്സ് വേണം, കോടാനുകോടി വർഷങ്ങൾ എടുത്ത് നടക്കുന്ന, വളരെ പതുക്കെ നടക്കുന്ന നാച്ചുറൽ പ്രോസസ്സാ, നാച്ചുറലി നടക്കുന്ന ഒരു കാര്യം. അത് നമുക്ക് സ്പീഡിലല്ല നടക്കുക, ഭയങ്കര സമയമെടുത്ത് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആണിത്. അങ്ങനെയാണ് ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ട്. അതാണ് ഈ ഫോസിൽ ഫ്യൂവൽ. നമ്മുടെ ലിവിങ് ഓർഗാനിസം, അതിപ്പോ കുറെ പച്ചിലകളാവാം, കുറെ ഇലകൾ, ലീഫ്, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വേസ്റ്റ്, അതൊക്കെ ലിവിങ് ആണ്. മരം, പ്ലാന്റ്സ് ലിവിങ് ആണ്. അതിന്റെ ഒക്കെ വേസ്റ്റ് അടിഞ്ഞുകൂടി വർഷങ്ങൾ എടുത്താണ് അതെന്തായി മാറുക? ഫോസിൽ ഫ്യൂവൽ ആയിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ, ഈ പറഞ്ഞ പെട്രോൾ, അതൊക്കെ എന്താ? ഫോസിൽ ഫ്യൂവൽ ആണ്. നമ്മളതൊക്കെ കുഴിച്ചെടുത്ത് നമ്മളതിങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കുക. യൂസ് ചെയ്യും തോറും ഇത് പുതിയത് ഉണ്ടാവുന്നുണ്ടോ? ജൊഹാനെ ഉണ്ടോ? അഭിനവ് രാജീവേ ഉണ്ടോ? നമ്മൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ അഭിനവേ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോവണ്ട. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ അനാമിക സെറ്റായി. അതായത് ഇതിങ്ങനെ നമ്മളിങ്ങനെ കുഴിച്ചെടുത്തോണ്ടിരിക്കണ്ട, നമ്മൾ കുഴിച്ചെടുക്കും തോറും ഇത് അപ്പുറത്ത് ഉണ്ടാവുന്നൊന്നുമില്ല. ഇത് ഉണ്ടാവണമെങ്കിൽ കോടാനുകൂടി വർഷങ്ങൾ സമയം എടുക്കും. പക്ഷെ ആ സമയമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും EV വെഹിക്കിൾസ്, കറന്റിൽ ഓടുന്ന വണ്ടികൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ റോട്ടിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ വെച്ച് ഓടുന്ന വണ്ടിയാണോ കറന്റ് വെച്ച് ഓടുന്ന വണ്ടിയാണോ? ഏറ്റവും കൂടുതൽ ഏതാ? ജിയോൺ ഫ്രാൻസിസ്, ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോട്ടം പോണ്ട. എന്താണ് അൻവിതയുടെ എഴുത്ത് കഴിഞ്ഞില്ല ഇതുവരെ? അൻവിത എന്താണ് എഴുതിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തേ. കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തോ. പറയൂ. ഞാൻ ടെക്സ്റ്റ് അടച്ചു വെക്കാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ക്ലോസ് ചെയ്തേ. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അതിലെ ചിത്രങ്ങളും പിക്ചേഴ്സും ഒക്കെ നോക്കി അവിടെ ഇരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ EV വെഹിക്കിൾസ് നമ്മളോട് ഗവൺമെന്റും അത് തന്നെയാണ് പറയുന്നത്. പെട്രോൾ വണ്ടികളൊന്നും അധികം ഉപയോഗിക്കണ്ട, കറന്റ് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടുന്ന വണ്ടികൾ. ആ ബോർഡ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഒരു പച്ച കളറാണ് അതിന്റെ നെയിം ബോർഡ് വരെ. കണ്ടിട്ടില്ലേ നിങ്ങള്? ഗ്രീൻ കളറാണ്. അത് എന്തുകൊണ്ടാ ഗ്രീൻ കളർ കൊടുത്തേ? കണ്ടാ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഗ്രീൻ കളറാണ് അതിന്റെ നെയിം ബോർഡ് വരെ. നമ്പർ പ്ലേറ്റ് ഒക്കെ ഗ്രീൻ കളറിലാണ് വരിക. കാരണം എന്താ? അത് വലിയ പ്രശ്നമില്ല, നമ്മുടെ നേച്ചറിന് വലിയ പ്രശ്നമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്, നാച്ചുറലി ഉള്ളത്. അപ്പൊ അത് വലിയ പ്രശ്നം, നമ്മുടെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഈ പറയുന്ന പെട്രോളും ഡീസലും സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീരാറായി. വളരെ കുറച്ച് എമൗണ്ടും കൂടി അതിന് ബാക്കിയുള്ളൂ. അപ്പൊ അതും കൂടി യൂസ് ചെയ്ത് തീർക്കാതെ നമ്മളിങ്ങനെ ഇലക്ട്രിക് സാധനങ്ങളിലേക്കൊക്കെ മാറാൻ പറയുന്നത്. അതുകൊണ്ട് അപ്പൊ വിറകടുപ്പൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വിറക് വെട്ടി മരങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് ഈ പറയുന്ന എന്താ പറയാ, കറന്റ് അടുപ്പ് അല്ലെങ്കിൽ കറന്റിൽ യൂസ് ചെയ്യണതൊക്കെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് വിറക് വെട്ടി വിറകില്ലാണ്ടായി അല്ലേ, അതാണ് പറയുന്നത് കേട്ടോ. സോ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ നോൺ റിന്യൂവബിൾ എനർജി ആണ്. മീനിങ് എഴുതി വെച്ചോളൂ അറിയാത്തവര്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാക്കാൻ സാധിക്കാത്തത്, പുതിയതായിട്ട് നമുക്ക് പുതിയത് വീണ്ടും ഉണ്ടാക്കാൻ കഴിയാത്ത എനർജീനെയാണ്
നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി എത്രയോ കോടി വർഷം കഴിഞ്ഞാലാണ് ഇനി ഇതുപോലെ ഫോസിൽ ഫ്യൂൽ ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ ജീവനോടെ ഉണ്ടാവോ മാത്യൂസേ? ഉണ്ടാവില്ല. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ നോൺ റിന്യൂവബിൾ എനർജി ആണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. കേട്ടോ? മനസ്സിലായി മിൻഹ? ഇതുവരെ മിൻഹ ഒരു കമന്റും ചെയ്തില്ല. 7:30 ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരിക. എഗെയിൻ ഞാൻ പറയുന്നു, പഠിക്കാതെ ഒരാളും എന്റെ ക്ലാസ്സിൽ വരണ്ട കേട്ടോ. നമ്മൾ ഫണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ പഠിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വെച്ചോ, നോട്ടിലോ ടെക്സ്റ്റിലോ എവിടെയാണോ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കുക. ഫോസിൽ ഫ്യൂവൽസ് വരെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് വരെ വായിച്ചു നോക്കി പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാൻ. സ്റ്റാർട്ടിങ്ങിലെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടാവും കേട്ടോ, എന്നിട്ടേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഡൗട്ട് ഉള്ളവർ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് മറിയം പറയൂ. എന്താ ചാപ്റ്റർ കഴിഞ്ഞോന്നോ? ചാപ്റ്റർ ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മറിയം, ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. എവിടെയാണ്? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? പിന്നെ എന്താ ഇങ്ങനെ ഒരു സംശയം വന്നേ? ഈ സെയിം ചാപ്റ്റർ തന്നെ എടുക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. എന്താണ് ഉത്തരായ? പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. പറഞ്ഞോളൂ. ശരി, എന്താണ് ഉത്തരയ? എന്തോ? അത് പറയാനാണ്. ശരി ശരി, ഓക്കെ. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സംശയങ്ങളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം, എന്നാലേ ടീച്ചർ വിളിക്കുള്ളൂ. ഹാൻഡ് റൈസ് ചെയ്താലേ വിളിക്കുള്ളൂ കേട്ടോ. ആരുമില്ലല്ലോ? ആരുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വരാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ.